ശക്തമായ പരിശോധന വീണ്ടും തുടരാനാണ് മേയറുടെ നിർദ്ദേശം. ഇന്നലെ തന്നെ മേയർ വി രാജേഷ് അക്കാര്യം വ്യക്തമാക്കി. ഇന്ന് ഉച്ചയ്ക്കാണ് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി തലസ്ഥാന നഗരത്തിലെ അനധികൃത സ്പാകളെ സംബന്ധിച്ചുള്ള പരിശോധന നടത്തുമെന്ന് പറഞ്ഞത്. തൊട്ടു പിന്നാലെ വൈകിട്ട് സ്റ്റാച്യുവിലെ സ്പായിൽ പരിശോധന നടത്തുകയും ചെയ്തു. ഇപ്പോൾ നമ്മോടൊപ്പം മേയർ വി രാജേഷ് ചേരുന്നുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഒരു പരിശോധനയ്ക്ക് നഗരസഭ തയ്യാറായത്? ഇത്തരത്തിലുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ ചില വിവരങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. തിരുവല്ല പ്രശ്നമുണ്ടായതോടെ പോലീസുകാർ കൂടുതൽ വിവരങ്ങൾ കൈമാറുകയുണ്ടായി. അപ്പോഴാണ് ഇന്നലെ ഉച്ചയ്ക്ക് 3 മണിക്ക് ഒരു പെൺകുട്ടി അവർക്കുണ്ടായ ഒരു ദുരന്താനുഭവം ഒരു സ്പായുമായി കേന്ദ്രീകരിച്ച് പറഞ്ഞത്. അപ്പോൾ അത് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ തന്നെയാണ് അവർ പറഞ്ഞത്. ഇന്നലെ ഞായറാഴ്ചയായിട്ടും ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി. എന്നിട്ട് അവർ പറഞ്ഞു, ഞാൻ ഈ മേയറോട് സംസാരിക്കുന്ന സമയത്ത് ഇക്കാര്യങ്ങൾ തുടരുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി അവരുടെ രേഖകളൊക്കെ തന്നെ പരിശോധിക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ പരിശോധന നടന്നപ്പോൾ നിയമവിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ അവിടെ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൽ നടപടി സ്വീകരിച്ചത്. എത്ര സ്ഥാപനങ്ങളിൽ ലൈസൻസ് ഉണ്ട്, അല്ലാതെ എത്ര പുറത്ത്, അങ്ങനെ ഒരു ഏകദേശ കണക്ക് നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടോ? ആ കണക്കെടുക്കുവാനും പരിശോധിക്കുവാനും പറഞ്ഞിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ അത് ചെയ്യുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ കണക്കെടുത്തതിന് ശേഷം ഞങ്ങൾ അതൊരു നിയമവിധേയമായാണോ പ്രവർത്തിക്കുന്നതെന്ന് അന്വേഷിക്കും. അതിനുശേഷം ലൈസൻസ്ഡ് സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് പോലീസിനെ അറിയിക്കും. അല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെയൊക്കെ തന്നെ പോലീസ് നടപടി സ്വീകരിക്കും. നേരത്തേക്ക് കോവളവും വർക്കലയും പോലുള്ള ഈ ടൂറിസം കേന്ദ്രങ്ങളിലാണ് ഇത്തരത്തിൽ തിരുമ ചികിത്സ എന്നൊക്കെ പറഞ്ഞ് സ്പാകൾ തുടങ്ങിയിരുന്നത്. പക്ഷേ ഇപ്പോൾ റെസിഡൻഷ്യൽ ഏരിയകളിൽ പോലും നഗരത്തിൽ സ്റ്റാച്യു ഒക്കെ തൊട്ട് മുന്നിലാണ്. അതുപോലെ പല നഗരമേഖലകളിലും വീടുകൾക്ക് അടുത്തൊക്കെ ഇതുണ്ട്. അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയൊക്കെയുള്ള ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ പോലീസ് ചില വിവരങ്ങൾ കൈമാറുന്നത്. ടൂറിസം നമ്മുടെ കേരളത്തിൻ്റെ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിൻ്റെ വലിയൊരു വരുമാന മേഖലയിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ടൂറിസം വ്യവസായം നിയമവിധേയമായിട്ട് നിലനിൽക്കണം, സംരക്ഷിക്കപ്പെടണം. പക്ഷേ അതിൻ്റെ മറവിൽ ലഹരി ഇടപാടുകൾ, അതോടൊപ്പം തന്നെ മറ്റ് അനാശാസ്ത്രീയ ഇടപാടുകൾ ഒരു കാരണവശാലും നഗരത്തിൽ അനുവദിക്കാൻ സാധിക്കില്ല. നഗരം കാലാനുസൃതമായി വളരണം, ടൂറിസമൊക്കെ വളരണമെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഒരു പൈതൃകമുണ്ട്, ഒരു പാരമ്പര്യമുണ്ട്, നമ്മുടെ ജനതയുടെ സുരക്ഷയുണ്ട്. ഇതൊക്കെ തന്നെ ഇതിന് വിട്ടുവീഴ്ച വരുത്തിക്കൊണ്ടുള്ള ഒരു നിലപാടും എടുക്കാൻ സാധിക്കില്ല. ആവശ്യമുള്ള ഘട്ടങ്ങളിൽ പോലീസുമായിട്ടും നമുക്ക് സഹകരിക്കേണ്ട ഘട്ടങ്ങളിൽ എക്സൈസുമായിട്ടും ഒക്കെ ചേർന്നിട്ട് ഇക്കാര്യങ്ങൾ സംയുക്തമായിട്ട് മുന്നോട്ട് പോകും. ഇന്ന് പരിശോധന ഉണ്ടോ, തുടർ പരിശോധന ഉണ്ടോ? അല്ല, അങ്ങനെ എല്ലാ സ്ഥാപനങ്ങളിലും കയറിയിട്ട് ഒരു പാനിക് സിറ്റുവേഷനൊന്നും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ ഉണ്ടാകാനും പാടില്ല. ഞങ്ങൾ ആദ്യ രേഖകളാണ് പരിശോധിക്കുക. എത്ര സ്പാകളാണ് ലൈസൻസ് ഉള്ളത്, അവിടെ മാസിയർ എത്ര പേരാണ് ഓതറൈസ്ഡ് ആൾക്കാരുള്ളത്, ഈ അനുവദിച്ചിട്ടുള്ള സ്ഥലത്ത് തന്നെയാണോ ചെയ്യുന്നത്, 500 സ്ക്വയർ ഫീറ്റിൻ്റെ പണവും അടച്ച് ലൈസൻസ് വാങ്ങിയിട്ട് 5000 സ്ക്വയർ ഫീറ്റ് ഉപയോഗിക്കുന്നുണ്ടോ, നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, ക്രോസ് മസാജിങ് നടക്കുന്നുണ്ടോ, ഇക്കാര്യങ്ങളിലുള്ള രേഖകളുടെ ഒരു പരിശോധനയാണ് ആദ്യം നടക്കുന്നത്. അതിനുശേഷം ആവശ്യമാവുന്ന ഘട്ടത്തിൽ മാത്രമേ ആ സ്ഥാപനങ്ങളിൽ പോകേണ്ട ആവശ്യമുള്ളൂ. അല്ലാത്തൊരു പാനിക് സിറ്റുവേഷൻ ഒരു കാരണവശാലും ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. അതാണ് നഗരസഭയുടെ നിലപാട്. പരിശോധനയുടെ പേരിൽ എല്ലാ സ്പാകളും കയറി പരിശോധനയല്ല, അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാവുകയല്ല. പകരം, കാരണം ടൂറിസവുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് സ്പാകൾ. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു വ്യാപക പരിശോധനയല്ല, മറിച്ച് രേഖകൾ പരിശോധിച്ച ശേഷം അതിൽ ക്രമക്കേട് ഉണ്ട് എന്ന് കണ്ടാൽ അവർക്കെതിരെ നടപടി. ആ രീതിയിലാണ് നഗരസഭ ഇപ്പോൾ നീങ്ങുന്നത്. അതാണ് മേയർ വി രാജേഷ് വ്യക്തമാക്കിയത്.